Hi friends, എല്ലാവർക്കും Kidu വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ മലിഞ്ഞിൽ കറി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ Kidu വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് മലിഞ്ഞിലിനെ എടുത്തിട്ട് കുറച്ച് മണ്ണൊക്കെ എടുത്ത് അതിൻ്റെ തോലൊക്കെ നല്ല വൃത്തിയായിട്ട് വലിച്ചുരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് കറിക്ക് വേണ്ട ആ ഒരു വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്ത് നല്ലോണം വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മൺചട്ടിയിലാണ് കറി വെക്കുന്നത്. അപ്പോൾ ആ ഒരു മൺചട്ടി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് അതിനുള്ളിലോട്ട് ഉരുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് അതിനുള്ളിലോട്ട് ആ എണ്ണ തിളച്ച് കഴിഞ്ഞിട്ട് ഒരു ശകലം ഉലുവയും കൂടി അതിനുള്ളിലോട്ട് ആക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരല്പം കടുക്, ഈ ഉലുവ അല്പം മൂത്ത് കഴിയുമ്പോൾ കടുക് കൂടി ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം വേപ്പിലും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇവിടെ നമ്മൾ വേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പിന്നെ നമുക്ക് പച്ചമുളകുമായിട്ട് നമ്മൾ ഇവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇവിടെ നമ്മൾ ഇട്ട പേസ്റ്റിൻ്റെ ആ ഒരു പച്ച കളർ മാറുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി നല്ലോണം മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇനി ആഡ് ചെയ്യേണ്ടത് പൊടി ഐറ്റംസ് ആണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി വേണം, പിന്നെ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ പെരിഞ്ജീരകപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ഇതുകൂടി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പൊടിയെല്ലാം നല്ല വറവായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് അല്പം വെള്ളം ആഡ് ചെയ്തിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നല്ല കുടംപുളി നല്ലോണം കഴുകി വൃത്തിയാക്കിയത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം ഈ അരപ്പ് നല്ലോണം ഇളക്കാൻ. അപ്പോൾ ഇവിടെ അരപ്പ് നല്ലോണം നമ്മുടെ തിളച്ച് വരുമ്പോൾ നമ്മൾ മുമ്പ് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ച ആ ഒരു മീൻ്റെ പീസെല്ലാം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് അത്യാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ Kidu യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നിന്ന് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം കണ്ണൻ ആലപ്പി.